ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചിയും അതേപോലെ തന്നെ തൈരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കറിയാണ്. ഇഞ്ചി തൈരാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഈസിയാണ്. തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഈ കറിയിൽ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇഞ്ചി തൈരും കുറച്ച് പയർ വളർത്തിയതും പപ്പടവും പിന്നീട് നമ്മുടെ കൊണ്ടാട്ട മുളകും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷനാണത്. നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവ് വേണം, അതുകൊണ്ട് തന്നെ 3 എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. പിന്നീട് അതിലേക്ക് 1 അല്ലെങ്കിൽ 2 ഉണക്കമുളക് ഇടാം. അരിഞ്ഞു വെച്ച പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ മൂപ്പിച്ചെടുക്കണം. വിഷുവിനും ഓണത്തിനൊക്കെ സദ്യയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇഞ്ചി പച്ചടി എന്നും പറയാറുണ്ട്. നമ്മളൊരു പച്ചടി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. പക്ഷേ തേങ്ങയും അതേപോലെ കടുകൊന്നും ഈ കറിയിൽ ചേർക്കുന്നില്ല. ഇഞ്ചി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഞാൻ ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ് കുറച്ച് നേരത്തേക്ക്, ഇഞ്ചിയുടെ ചൂടൊന്ന് കുറയുന്നതിന് വേണ്ടിയിട്ട്. ഇഞ്ചിയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും തീ കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർക്കുകയാണ്. തൈര് ഞാൻ 2 കപ്പ് തൈരാണ്. നല്ല പുളിയുള്ള തൈര് വേണം. 250 ml കപ്പിൽ അളന്നെടുത്ത് 2 കപ്പ് തൈരാണ്. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചെറിയൊരു ചൂടാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഈ കറി നമ്മൾ വെറുതെ കഴിക്കുമ്പോൾ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നും. നല്ല ഇഞ്ചിയുടെ ടേസ്റ്റും അതേപോലെ പച്ചമുളകിൻ്റെ എരിവും നല്ല പുളിയുള്ള തൈരും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അങ്ങനെ ഒരു ഈസി തൈര് കറിയാണിത്.